തിരുനാമത്തിനും മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ പാദപീഠത്തിൽ നമുക്ക് വന്നിരിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം പല ശുശ്രൂഷകളിലായി പറഞ്ഞത് നിങ്ങൾ ചിലർ ഓർക്കുമായിരിക്കും. നമ്മുടെ കൂട്ടായ്മയിൽ ഒരു 3 ആഴ്ച മുമ്പ് സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ട മിനി എന്ന സഹോദരി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. വളരെ ഒരു കൈവിട്ട് പോയി എന്ന് പറയത്തക്ക രീതിയിലുള്ളതായ ചില പ്രയാസങ്ങൾ വന്നു എങ്കിലും ജീവനുള്ള ദൈവം ഒരിക്കലും കൈവിടാത്തവനാണ്. മാത്രമല്ല, ഈ ദിവസങ്ങളെല്ലാം പ്രിയപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് തങ്ങളിലേക്ക് തന്നെ നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യനായ ദൈവം കർത്താവ്, എളിമയോടെ പറയട്ടെ, സ്വർഗത്തിൽ കർത്താവിന് ആ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ എളിമയോടെ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നാം തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ആ കാര്യം പറഞ്ഞത്? ഒരു ഞായറാഴ്ച ഇവിടെ എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തു നല്ലവനാണെന്നും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നും സാക്ഷ്യം പറയുകയുണ്ടായി. എന്നാൽ പിറ്റേ ദിവസമാണ് ഒരു സ്ട്രോക്ക് വരികയും ഹോസ്പിറ്റലാവുകയും ചെയ്തത്. എന്നാൽ അതും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണെന്ന് ആ മിനിയും കുടുംബവും പരിപൂർണമായി വിശ്വസിക്കുകയും നാം അത് അറിയുകയും അനുഭവിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തിനാണ് ഇത് പറഞ്ഞത്? നാം ഓരോരുത്തരും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ഇരുന്ന് കേൾക്കുന്നു. നമുക്ക് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സുബോധത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹീതമായ സമയമാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. നാം ചെവി തുറന്നിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ചെവി അടച്ചു പിടിക്കരുത്. എങ്ങനെയാണ് ചെവി അടച്ചു പിടിക്കുന്നത്? എനിക്ക് സ്വീകാര്യതയുള്ള, എനിക്ക് താല്പര്യമുള്ള, എനിക്ക് കേൾപ്പാൻ ഇമ്പമുള്ള എൻ്റെ സ്വകാര്യ വിഷയങ്ങളിലേക്ക് ദൈവം കടന്നു വരുമ്പോൾ ചെവി തുറന്ന് കേൾക്കുകയും എൻ്റെ പാപത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ചെവി അടച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യ പ്രകൃതിയുണ്ട്. അത് എന്നിലുണ്ട്, നിങ്ങൾ ഓരോരുത്തരിലുമുണ്ട്. അത് മനുഷ്യനാണോ? അവൻ്റെ സ്വയമേവയുള്ള ഒരു പ്രകൃതിയാണത്, ഒരു സ്വഭാവ വൈകല്യമാണത്. ഒരു സ്ഥലത്ത് ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുകയായിരുന്നു. നേത്ര പരിശോധനാ ക്യാമ്പാണ്. സന്നദ്ധ സംഘടനകൾ, അനേകം YMCA പോലുള്ള അല്ലെങ്കിൽ അനേകം സംഘടനകൾ അങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന FACTയിലും രോഗനിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ തിരുവന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇതൊരു രോഗനിർണയ ക്യാമ്പാണ്. ഇവിടെ ഏതാനും ഡോക്ടർമാരിയ്ക്കുന്നു. അല്ല, ആത്മീയത്തിൽ യേശുക്രിസ്തു മാത്രമാണ് വൈദ്യൻ എന്ന് പറയുന്നത്. നാം എല്ലാവരും കർത്താവിൻ്റെ മുമ്പാകെ നമ്മുടെ കണ്ണ് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു. ഏതാണ് ആ കണ്ണ്? പുറമേയുള്ള കണ്ണല്ല, അകമേയുള്ള കണ്ണുകൾ. പ്രിയപ്പെട്ടവരെ, അതിൽ ഭൂരിഭാഗം ആളുകളും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു കാഴ്ചപ്പാട് കിട്ടിയിട്ടുണ്ട്, ഞാൻ വേറെ വേണ്ടാതിനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വലിയ പാപങ്ങൾ എന്ന് പറയുന്ന കൊലപാതകം, വ്യഭിചാരം, മോഷണം മുതലായ പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ മാതാപിതാക്കളെ ഞാൻ നോക്കുന്നുണ്ട്, കരുതുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, പിന്നെ എനിക്കെന്താണ് കുഴപ്പം? അങ്ങനെ കുറേ ആളുകൾ ഇരിക്കുന്നു. വേറെ ചില ആളുകൾ അവർ എന്തൊക്കെയോ തകരാറുണ്ടെന്നുള്ള രീതിയിൽ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശോധനാ ക്യാമ്പ് തുടങ്ങി. ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ ദൈവം മുമ്പാകെ വന്നിരുന്നപ്പോഴുണ്ട് അവർക്ക് ഒന്നും കാണാൻ കഴിവില്ല, കാഴ്ചശക്തിയില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ല, നാം കണ്ണ് പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ ഈ കണ്ണിൻ്റെ മുകളിലേക്ക് ലെൻസുകൾ വയ്ക്കും. ഒരു പ്രത്യേക കണ്ണടയെല്ലാം വെച്ചിട്ട് മുൻപിലുള്ളതായ അക്ഷരങ്ങൾ വായിക്കാൻ പറയും. അവിടെ പിറകിൽ എഴുതി വച്ചിരിക്കുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. ഈ ഒരു വാക്കാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും
അതിലേക്ക് നോക്കിയപ്പോഴുണ്ട് അത് വായിക്കാൻ പോലും പറ്റുന്നില്ല. കണ്ണ് കുരുടായി പോയ അവസ്ഥ, ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഏതാനും പേര് ചിലർ കടന്നു വന്നു, അവരോട് വായിക്കാൻ പറഞ്ഞു. അവര് നോക്കിയപ്പോഴുണ്ട് യേശു ക്രിസ്തുവിലെ കാ എന്ന അക്ഷരമുണ്ടല്ലോ, അതിൻ്റെ താഴേക്ക് ഇങ്ങനെ വലിഞ്ഞു നീണ്ടു നിൽക്കുന്നു. മാത്രമോ ക്രിസ്തു എന്നുള്ളതിൻ്റെ സായുടെ മുകളിലുള്ള ചന്ദ്രക്കല അതിൻ്റെ ഒരു ഭാഗം മുകളിലേക്ക് അങ്ങ് പൊങ്ങി നിൽക്കുന്നു. ആ ക്രിസ്തു എന്നുള്ളതിലെ താ എന്ന അക്ഷരം രണ്ടും മുകളിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പൊങ്ങി നിൽക്കുന്നു. പക്ഷെ അവരെ തപ്പിയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരു വിധത്തിൽ വായിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറയുന്നത് എന്താണ്? ഇത് എൻ്റെ ഏതെങ്കിലും ഭാവന പറഞ്ഞതല്ല. മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം അത് നാം വായിക്കുമ്പോൾ ബെത്സയിദയിൽ ഒരു കുരുടനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 22-ാം വാക്യം മുതൽ അവർ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. ഒരു കണ്ണ് കാഴ്ചയില്ലാത്ത ഒരു കുരുടനെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കണ്ണ് കാഴ്ചയില്ല എന്ന് അറിയുന്ന ഒരാളെ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ എളുപ്പമാണ്. കാരണം അവന് അവകാശവാദങ്ങളില്ല, പഴയകാല മേന്മകൾ പറയാനില്ല. അവനാകെ പറയാനുള്ളത്, അയ്യോ, ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഈ ലോകത്തിനും പാപത്തിനും വേണ്ടി ചെലവഴിച്ച ഒരു മഹാപാപിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയുള്ളവരെ കൈക്ക് പിടിച്ച് സുവിശേഷത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ എളുപ്പമാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു പരീശന്മാരെയും ശാസ്ത്രികളെയും യഹൂദന്മാരെയും നോക്കി പറഞ്ഞു. യേശു അവരോട്, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളോട് പറയുകയാണ്, അവരോട്, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. നിങ്ങൾക്ക് കണ്ണുകാഴ്ചയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്തുകൊണ്ട്? അറിവില്ലായ്മ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് നിങ്ങൾ സമ്മതിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഏഥൻസിൻ്റെ തെരുവീതിയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ അവിടെ കണ്ട ജ്ഞാനികളോടും പണ്ഡിതന്മാരോടും 17-ാം അധ്യായം 30-ാം വാക്യത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങൾ അത് കർത്താവ് ക്ഷമിച്ചു തരും. എന്നാൽ ഇവരോ ഞങ്ങൾക്ക് എന്തൊക്കെയോ അറിയാമെന്നുള്ള ഭാവത്തിൽ ഇരിക്കുകയാണ്. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അടുത്തടുത്തുള്ളതായ വില്ലകൾ പോലത്തെ ഒരു വീടാണ്. ആ വീട്ടിലെ ഗൃഹനാഥൻ ഭർത്താവ് എന്നും ഭാര്യയോട് ജനലിൽ കൂടി ഇങ്ങനെ നോക്കിയിട്ട് പറയും, അപ്പുറത്തെ വീട്ടുകാരെ കണ്ടോ, അവർക്ക് ഒരു വൃത്തിയുമില്ല, ആ വീടിൻ്റെ ഭിത്തിയൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ചെളി പിടിച്ചിരിക്കുന്നു. കണ്ടോ, ആ സ്ത്രീ വാഷിംഗ് മെഷീനിൽ അലക്കിയ തുണി കൊണ്ടുപോയി അഴയിലിടുന്നത് കണ്ടോ, ആ തുണിയും വൃത്തിയായിട്ടില്ല. ഭാര്യ ഒന്നും മിണ്ടാറില്ല. ഇദ്ദേഹം ഇങ്ങനെ കുറേ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം ഭർത്താവ് നോക്കിയപ്പോഴുണ്ട്, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, കേട്ടോ, നമ്മൾ പറഞ്ഞത് അവരറിഞ്ഞു എന്ന് തോന്നുന്നു, അവർക്ക് എന്തോ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ആ വീടിൻ്റെ ഭിത്തിയെല്ലാം നല്ലതുപോലെ വെളുത്തിട്ടുണ്ട്. അഴയിലിട്ടിൻ്റെ തുണിയെല്ലാം കണ്ടോ, അതെല്ലാം നല്ലതുപോലെ അലക്കിയിട്ടുണ്ട്. അപ്പോൾ ഭാര്യ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ അങ്ങോട്ടുള്ള നമ്മുടെ ആ ജനലിൻ്റെ ഗ്ലാസ് പുറത്തു നിന്ന് നല്ലതുപോലെ സർഫൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കിയിരുന്നു. ഭർത്താവ് ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു കാരണം? ലളിതമാണ്, നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവരുടെ വീടിൻ്റെ ഗ്ലാസിൽ പിടിച്ചിരുന്നതായ ചെളിയാണ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ച വികലമാക്കി കളഞ്ഞത്. വികലമായ കാഴ്ച, അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, വികലമായ കാഴ്ച. ആ ഗ്ലാസിൽ കൂടി നോക്കിയാൽ സ്വന്തം കണ്ണിൽ കരടിരിക്കെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കോലെടുക്കാൻ നോക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് എത്ര സത്യമാണ്. സ്വന്തം വീട്ടിലെ ഗ്ലാസ്സിലേക്ക് നോക്കാതെ അയൽവക്കത്തെ വീട്ടിലേക്ക് നോക്കുന്നു. മനുഷ്യർ നടക്കുന്നു, അവർ മരങ്ങൾ പോലെയത്രേ. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ നിങ്ങൾ കാണുന്നു എന്ന്, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന്, ഞങ്ങൾക്ക് നന്നായി കാണാമെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട്, നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് നന്നായി കാണാമെന്ന്.
നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നന്നായി കാണാമെന്ന് നിങ്ങൾ തന്നെ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നാം അങ്ങനെ അവസ്ഥയിലേക്ക് മാറിപ്പോകരുത്. സ്വന്തം കണ്ണിൻ്റെ കാഴ്ച അന്ധമായി പോകുന്നൊരവസ്ഥ, ഞാൻ ആരാണെന്ന് തിരിച്ചറിയാത്തൊരവസ്ഥ. വില്യം ബാർക്ലേ പറഞ്ഞതുപോലെ 2 കാഴ്ചപ്പാടുകളേ ഉള്ളൂ. ഒന്ന്, ദൈവമാരാണെന്ന് ഞാൻ കാണുന്നു. സ്രോഫേമാലകമാർ 6 ചിറകുകളുണ്ട്. 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അങ്ങ് ആർപ്പിടുന്ന സ്വർഗീയ തേജോമയമായ പ്രഭാവം കണ്ടപ്പോൾ യെശയ്യാവ് എന്ന പ്രവാചകൻ അതിലേക്ക് നോക്കിയപ്പോൾ തന്നെത്താനെ കണ്ടു, അയ്യോ ഞാൻ അശുദ്ധിയുള്ള ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഈ 2 കാഴ്ചപ്പാടേ ലോകത്തിലുള്ള. ഒന്ന്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ തേജസ് കാണുന്നു. 2, ഞാൻ അശുദ്ധനായ, ഞാൻ കുരുടനായിരുന്ന, ഞാൻ കാണേണ്ടതുപോലെ ഒന്നും കാണാത്തൊരു മഹാഭാവിയായ മനുഷ്യൻ എന്നുള്ള ആ കാഴ്ചപ്പാടാണ് ഈ ഭൂമിയിൽ ആകെയുള്ളൂ. എന്നാൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വികലമായി കാണുന്ന ഒരു കൂട്ട സമൂഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നമ്മെ ഐശ്വര്യകരമായ അനുഭവത്തിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ വചനം തരുന്നത്. ഐശ്വര്യകരമായ അനുഭവം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ സമ്പൽ സമൃദ്ധികളാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കല്ലും മുള്ളും പ്രതികൂലങ്ങളും തകർച്ചകളും കൂരിൽ താഴ്വരയെല്ലാം ഉള്ളതായ ഈ ലോക ജീവിതം. എന്നാൽ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കൂടെ യേശുക്രിസ്തു എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കൂരിരുൾ താഴ്വര, മനോഹരമായ പർവ്വതനിര താഴ്വരകളുണ്ട്, ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വരകളുണ്ട്, ഹിമാലയൻ പർവ്വതങ്ങളുടെ താഴ്വരകളുണ്ട്. എന്നാൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ താഴ്വര എന്താണ്? കൂരിരുൾ താഴ്വര. ഈ കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോകുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. ആ സമയത്ത് നാം വലഞ്ഞു പോകും, തളർന്നു പോകും, തകർന്നു പോകും. മനുഷ്യനാണോ? തീർച്ചയായിട്ടും തളർച്ചകൾ വരും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ കൂരിരുൾ താഴ്വര നാം അങ്ങ് കഴിഞ്ഞ് കൂരിരുൾ താഴ്വര കൂടി ഞാൻ കിടക്കുമ്പോൾ നീ എന്നോട് കൂടി ഇരിക്കും എന്നാണ് ദാവീദ് പറഞ്ഞത്. യേശുക്രിസ്തു നമ്മുടെ കൂടെ ഇരിക്കുന്നത് നാം അന്ന് അറിയില്ല. എന്നാൽ അക്കരയിലേക്ക് അങ്ങ് കടന്നു കഴിയുമ്പോൾ നാം അറിയും, കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പറയും, ഒരു 6 വർഷക്കാലം മുമ്പ് ഏതെല്ലാം തകർച്ചയുടെ താഴ്വരകളിലൂടെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടി ആശ്ചര്യമായി കടന്നുപോയ കാലങ്ങൾ ഞങ്ങൾ പലർക്കുമുണ്ട്. എന്നാൽ ഇന്ന് 2025 ഒടുവിലത്തെ മാസം നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ കർത്താവിന് സാക്ഷിയായി ഞാൻ നിൽക്കുമ്പോൾ നിറഞ്ഞ സമാധാനത്തോടെ, നിറഞ്ഞ സന്തോഷത്തോടെ കർത്താവ് നന്മയ്ക്ക് വേണ്ടി ചെയ്ത അനേകം കാര്യങ്ങളോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഗാനശകലമുണ്ടല്ലോ, കണ്ണുനീർ താഴ്വരയിൽ കൂടി എന്നുള്ള ആ ഗാനത്തിൽ ഒരു വരിയിൽ, കൂരിരുൾ പാതയിലൂടെ ക്രൂരമാം ശോധനയിലൂടെ കടന്നു പോകുന്ന പാവപ്പെട്ട വിശ്വാസിയുടെ പുറത്ത് ഇങ്ങനെയൊരു ക്രൂശിൻ്റെ നിഴൽ ഇങ്ങനെ വന്ന് വീഴുന്നു. പിന്നെ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതപ്പെടും, കർത്താവേ, അന്ന് ഞാൻ എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ ആശ്വാസം കണ്ടെത്തിയത്? പ്രിയപ്പെട്ട മിനിയുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ഫിലിപ്പേട്ടൻ അവിടെ ഹോസ്പിറ്റലുണ്ട്. ഇനിയൊരു കാലത്ത് അവർ തിരിഞ്ഞ് ചിന്തിക്കും, എൻ്റെ കർത്താവേ, അന്ന് ആ കാലങ്ങളിൽ എങ്ങനെയാണ് ഞാൻ ആശ്വാസം കണ്ടെത്തിയത്? ശരിയാണ്, നല്ലൊരു കൂട്ടായ്മ നമുക്കുണ്ട്, അനുഗ്രഹീതരായ ഒരു മനസ്സുള്ള ദൈവമക്കളുണ്ട്, അവരുടെ പ്രാർത്ഥനകളുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം അപ്പുറത്ത് യേശുക്രിസ്തുവിൻ്റെ ക്രൂസിൻ്റെ നിഴൽ ഇങ്ങനെ വന്ന് തണൽ കൊടുക്കുകയായിരുന്നു, ആശ്വാസം കൊടുക്കുകയായിരുന്നു. ഈ ഒരു കാഴ്ച നാം കണ്ടാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യർ മാറിയാലും സാഹചര്യങ്ങൾ മാറിയാലും ആരെല്ലാം എതിർത്താലും നാം തളരുകയില്ല. ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയില്ല, നാം ഒരുമിച്ച് ചിന്തിക്കുകയാണ്. കർത്താവേ, യേശുക്രിസ്തു എന്ന അത്ഭുത പുരുഷനെ വ്യക്തമായി കണ്ടുകൊണ്ടുള്ള ജീവിതം, വികലമായ കാഴ്ചപ്പാട് എനിക്ക് പാടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കണ്ണില്ലാത്തൊരു മനുഷ്യൻ, അവനെ കർത്താവ് അവൻ്റെ കണ്ണിൽ ചെളി തേച്ചു പിടിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ്. എന്നിട്ട് ശീലോഹോം കുളത്തിൽ പോയി കുളിക്കാൻ പറഞ്ഞു, കണ്ണ് കഴുകാൻ പറഞ്ഞു. അവൻ കണ്ണ് കഴുകി നല്ല കാഴ്ചയുള്ളവനായിട്ട് വന്നു. അപ്പോഴേക്കും സഭ ഇളകി, ഭക്ത സംഘടനകൾ ഇളകി. അതൊന്നും വിശദീകരിക്കുന്നില്ല. ചോദിച്ചു, നിനക്കാരാണ് കാഴ്ച തന്നത്? പറയൂ. യേശുവാണെന്ന് അവൻ്റെ വായിൽ നിന്ന് കേൾക്കണം, എന്നിട്ട് വേണം പുറത്താക്കാനായിട്ട്. അപ്പോൾ അവൻ പറഞ്ഞതായ മറുപടി വളരെ ശ്രദ്ധേയമായൊരു മറുപടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യം. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല,
ആ പാപിയായ യേശുവാണോ നിനക്ക് സൗഖ്യം തന്നതെന്ന് ചോദിച്ചപ്പോൾ കുരുടനായിരുന്ന ഇപ്പോൾ കണ്ണ് കാഴ്ച കിട്ടിയ മനുഷ്യൻ പറയുകയാണ്, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഒന്നറിയുന്നു, ഒരു കാര്യം എനിക്കറിയാം, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന ഉത്തരം പറഞ്ഞു. ഈ ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ കണ്ണ് കാണുന്നു. വ്യക്തമായിട്ടാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ആ രക്ഷിക്കുന്ന കരങ്ങൾ, യേശുക്രിസ്തു എന്ന ആ പുരുഷനെ അവൻ വ്യക്തമായി കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ ഇരിക്കുന്നു? വികലമായ കാഴ്ചയാണോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ 22-ാമത്തെ വയസ്സിൽ എന്നെ നിർബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ വചനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എന്നെ കൈക്ക് പിടിച്ചുകൊണ്ടിരുത്തുന്ന പോലെ ഇരുത്തി. ഭാഗ്യം, എനിക്ക് അവകാശവാദങ്ങളില്ല. കാരണം എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. പുകവലിക്കുന്നവൻ, മുറുക്കി തുപ്പുന്നവൻ, അശുദ്ധ സിനിമകൾ കാണുന്നവൻ, സ്വന്തം പെങ്ങളെ ഫീസ് ചോദിച്ചതിന് തല്ലിയവൻ, സ്വന്തം അച്ഛൻ ആത്മഹത്യ ചെയ്ത് കിടക്കുമ്പോൾ ഒരു തുള്ളി കരയാൻ കണ്ണുനീരില്ലാത്ത 16 വയസ്സുകാരനായിരുന്നു ഞാൻ. എന്നാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. പ്രിയരെ, ഇന്ന് 32 കൊല്ലം കഴിയുന്നു. നിത്യനായ ദൈവത്തിന് മുമ്പാകെ ഞാൻ നിങ്ങളോട് എളിമയോടെ പറയട്ടെ, ഓരോ വർഷം കഴിയുന്തോറും ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ ഒരു പാപി എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയത്തക്കവണ്ണം കർത്താവ് എന്നെയും എളിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പോലും തൻ്റെ അവസാന കാലയളവിൽ, ഇതാ നീറോ ചക്രവർത്തി വാളുകൊണ്ട് കഴുത്ത് വെട്ടാൻ ദിവസം നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഭക്തനും വിശുദ്ധനും ശ്രേഷ്ഠനുമായ ഭാഗ്യവനായ വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമനെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിശ്രേഷ്ഠതയുടെ അപ്പോസ്തലൻ ആദ്യം പറഞ്ഞു, എനിക്ക് കൃപാവരങ്ങളുണ്ടെന്ന് പറഞ്ഞു, ഞാൻ ആരെക്കാളും കുറഞ്ഞവനല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം വന്നപ്പോൾ പറയുകയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനെന്ന്. അതാണ് ശരിയായ കാഴ്ചപ്പാട്. വികലമായ കാഴ്ചപ്പാടിലേക്ക് വരരുത്. കർത്താവ് ഇവന്റെ മേൽ കൈവച്ചപ്പോൾ ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ? നീ വല്ലതും കാണുന്നുണ്ടോന്ന് ചോദിച്ചപ്പോൾ, ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. മനുഷ്യർ നടക്കുന്നത് മരങ്ങൾ പോലെയത്രേ. പ്രിയപ്പെട്ടവരെ, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവം അവരെ ഹൃദയത്തിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ തമ്മിൽ അപമാനിക്കുന്ന അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവർ എന്ത് ചെയ്തു? ദൈവത്തിന്റെ തേജസ്സിനെ അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. അവർ തങ്ങളെ തന്നെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ഇന്ന് ഈ ക്രൈസ്തവ മാർഗങ്ങളിൽ നടക്കുന്ന അനേകർ ചോദിച്ചാൽ സിനിമ കാണുന്നത് തെറ്റാണെന്ന് പറയുമോ? തെറ്റാണെന്ന് ആരും പറയില്ല. എന്നാൽ ഏത് പ്രായത്തിലുള്ള മനുഷ്യനും അവനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലെ വികാരങ്ങൾ ഇക്ലിപ്പെടുന്നതും വികാരങ്ങൾ ത്രസിക്കുന്നതും അറിയുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ സത്യമാകുന്ന വചനം ഒരു വശത്തിരിക്കുമ്പോൾ അവൻ അതിനെ വ്യാജമാക്കി മാറ്റിക്കളയുന്നു. ഇല്ല, അതല്ലേ പണ്ട് കാറ്റിനെയും സൂര്യനെയും തീയെയെല്ലാം മനുഷ്യൻ ഭയപ്പെടുന്നത് കൊണ്ട് അതിനെ ദൈവമാക്കി. അതെല്ലാം തൊട്ട് മുകളിൽ പറയുന്നുണ്ട്. സ്വന്തം അവമാന രാഗങ്ങളിൽ ദൈവത്തിൻ്റെ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ രസിക്കുന്ന, പ്രേമത്തിൽ രസിക്കുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആൾ നുണ പറയുന്ന ആളായിരിക്കും. ആളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓഫീസിൽ ഒരു പകുതി സത്യം പറഞ്ഞു പോയി. സാരമില്ല. ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് പാപത്തിന് മേൽ ജയമില്ല. സ്വന്തം എങ്ങനെ ഇരിക്കുന്നുവോ, ഞാൻ എങ്ങനെ ഇരിക്കുന്നുവോ അതിലേക്കാണ് ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്നത്. അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് റോമരോട് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് വികലമായ കാഴ്ചപ്പാടാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു കളയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ വഴി. നിങ്ങൾ ചിന്തിച്ച് ദൈവത്തിൻ്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളയുന്ന ഹേ റോമയിലുള്ള സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോസ്തലൻ കർക്കശമായി പറയുകയാണ്. അതേ ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ വചനം. ഈ വചനം ഇപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, മകനെ, ആ കണ്ണുകുരുടനായ മനുഷ്യനെ കർത്താവ് ഒന്നുകൂടി അങ്ങ് മാറ്റിക്കൊണ്ടുപോയി. എന്നിട്ട് അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചു. എന്തൊരത്ഭുതം! നാം വഹിക്കുന്നത് എന്താണ്? അവൻ മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായിട്ട് കണ്ടു. എല്ലാം വ്യക്തമായിട്ട് കാണുകയാണ്. അതിമനോഹരമായൊരു കാഴ്ച. എൻ്റെ കർത്താവിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ലവോദിക്യ സഭയുടെ കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് കണ്ണ് കാഴ്ച ഉണ്ടെന്ന് നീ പറയുന്നുവെങ്കിലും
നീ കുരുടനാണെന്ന് നീ അറിയാതിരിക്കിയാൽ എന്നോട് ലേപനം വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഞാൻ വാക്കുകൾ വയ്യെ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദിവസം ജീവനുള്ള ദൈവം നമ്മോട് ബുദ്ധി പറയുകയാണ്. പ്രിയ മകനെ, ഒന്ന്, നിനക്ക് കാഴ്ചയില്ല. രണ്ട്, നിനക്ക് വികലമായ കാഴ്ചപ്പാടാണ്. നിന്റെ വികലമായ കാഴ്ചപ്പാട് നീ നിന്റെ വീട്ടിലുള്ളവർക്കും നിന്റെ കൂടെയുള്ളവർക്കും നിന്റെ സമൂഹത്തിലുള്ളവർക്കും നിന്റെ കാഴ്ചപ്പാടുകൾ നീ പറഞ്ഞു കൊടുക്കുന്നു. എന്തു പറ്റുന്നു? കുരുടനെ വഴി കാണിക്കുന്നു. ഒടുവിൽ എന്ത് സംഭവിക്കും? രണ്ടുപേരും ചെന്ന് കുഴിയിൽ വീഴും, രണ്ടുപേരും നാശത്തിലേക്കായി പോകും. എൻ്റെ കർത്താവിന് സ്തോത്രം. അത് കണ്ടതായ കർത്താവ് ലവോദിക്ക സഭയോട് പറഞ്ഞു, നീ എൻ്റെ അടുക്കൽ വരൂ, ഞാൻ ഇന്ന് സൗജന്യമായി നിന്റെ കണ്ണിലെഴുതാൻ ലേപനം തരുന്ന ഈ കാലഘട്ടത്ത് നീ ഈ ലേപനം വിലയ്ക്ക് വാങ്ങൂ. ദൈവത്തിന് സ്തോത്രം. വില കൊടുക്കാൻ നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ടോ? വില കൊടുക്കാൻ വല്ലതുമുണ്ടോ? നിങ്ങളിപ്പോൾ കർത്താവിന് മുമ്പിൽ കണ്ണ് തുറന്നിരുന്നാൽ നിങ്ങളുടെ കണ്ണൊന്ന് നനയുന്നുണ്ടോ? ഉണ്ടോ? ഒരു തുള്ളി കണ്ണുനീര് വരുന്നുണ്ടോ? എൻ്റെ ദൈവമേ, ഞാൻ ഇതെല്ലാം കേട്ടിട്ടും വചനം കേട്ടിട്ടും മാനസാന്തരപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും പാപം ചെയ്തു പോയൊരു മഹാഭാവിയാണെന്നോർത്ത് ഒരു തുള്ളി കണ്ണുനീര് വരുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ കണ്ണുനീര് കർത്താവിൻ്റെ കയ്യിലുള്ള ലേപനത്തിലേക്ക് ചാടുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തവും നിങ്ങളുടെ കണ്ണിലെ കണ്ണുനീരും കൂടി ചാലിച്ച് കർത്താവ് നിങ്ങളുടെ ഈ കണ്ണിൻ്റെ കൺപോളയിൽ മരുന്നെഴുന്നത് പോലെ രണ്ട് കണ്ണിലും ലേപനം പുരട്ടിത്തരുന്ന അത്ഭുതകരമായ നിമിഷങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ കണ്ണുകൾ അടയ്ക്കൂ, തലകൾ വണക്കൂ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്കിങ്ങനെ ധ്യാനിക്കാം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഇപ്പോൾ നാഥാ, ഞാൻ നിന്റെ മുമ്പാകെ ഈ വചനം കേൾക്കാൻ വന്നിരുന്നത് കർത്താവേ കുരുടനായിട്ടാണ് വന്നിരുന്നത്, വികലമായ കാഴ്ചപ്പാടുള്ളവനായിട്ടാണ് വന്നത്. എന്നാൽ ഞാൻ ആരാണെന്ന് ഇന്നുവരെ ഞാൻ എന്നെ തന്നെ കണ്ടിട്ടില്ല. കർത്താവേ, ഇന്ന് ഇപ്പോൾ ആ തിരുരക്തം പുരട്ടിയതായ എൻ്റെ ഈ പാപത്തിൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീരിൽ ചാലിച്ചതായ ആ ലേപനം എൻ്റെ കണ്ണിൽ പുരട്ടുമ്പോൾ ഞാനൊന്നും മിഴിച്ചു നോക്കട്ടെ. എന്താണ് മിഴിച്ചു നോക്കുമ്പോൾ കാണുന്നത്? ഗോകുൽത്തായിൽ എന്നെ പ്രതി, എൻ്റെ പേര് ദാനിയേൽ എന്നാണ്, ഈ ദാനിയേലിനെ പ്രതി തുപ്പലേറ്റ് നിന്നയേറ്റ് ചാട്ടവാറടിയേറ്റ് ചങ്ക് പിടഞ്ഞു കിടക്കുന്ന എൻ്റെ യേശു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ ജീവനായകൻ കർത്താവേ, ആ കാഴ്ച ഞാൻ കാണുന്നു എങ്കിൽ ഞാൻ ഭാഗ്യശാലി. സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ ഭാഗ്യശാലികളായി തീരുന്ന അത്ഭുത നിമിഷങ്ങളാണ്. ശരിയായ കാഴ്ചപ്പാടോടെ നമുക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യാം, ഒരു കുടുംബജീവിതം നയിക്കാം, സുവിശേഷ വേല ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശാലമാക്കി തരുന്നതിനാൽ സ്തോത്രം. ഇനിയും ഞങ്ങളുടെ ഹൃദയങ്ങളെ കീറി കർത്താവേ, ഞങ്ങൾ കണ്ണുകളുടെ എല്ലാ അഴുക്കും മാറ്റി നിന്നെ ആയിരിക്കുന്നത് പോലെ കാണുവാൻ കൃപ തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. രോഗികളെ താങ്ങണമേ കർത്താവേ. അവിടുത്തെ കരം നീട്ടണമേ. മഹത്വത്തോട് മാത്രം എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ.